ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കയ്യിൽ ഒരു ഏട് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു എന്താണ് അത് എന്നറിയാൻ വല്ലാത്ത ധൃതിയായി, വല്ലാത്ത താല്പര്യമായി. ആ സമയത്ത് അവിടുന്ന് മഹാനായ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, യാ ജിബ്രീൽ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, എന്റെ കയ്യിലുള്ള ഇത് വല്ലാത്തൊരു ഏടാണല്ലോ. ഈ കയ്യിലുള്ള ഏട് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ മുഹിബ്ബീങ്ങളെ കണ്ടെത്താനുള്ള ഏടാണിത്. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെയും ഞാൻ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഏടുകൾ ഞാൻ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് അവിടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കുകയാണ്. ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, എന്നാ ജിബ്രീലേ, പടച്ച തമ്പുരാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ വിഭാഗത്തിൽ നിങ്ങൾ എന്റെ പേരും കൂടെ ചേർത്ത് കൊടുക്കണേ തങ്ങളെ, എന്റെ പേരും കൂടെ ചേർത്ത് കൊടുക്കണേ ജിബ്രീലേ. പടച്ചുറപ്പേ, ഇതെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, യാ ഇബ്രാഹിം ഇബ്നു അദ്ഹമേ, നിങ്ങൾ അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളിൽപ്പെട്ട ആളല്ലല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളിൽപ്പെട്ട ആളല്ല. ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. അതാ അവിടുന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുകയാണല്ലോ, ഞാൻ അല്ലാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളല്ലെങ്കിലോ ആ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ, മുഹിബ്ബുൽ മുഹിബ്ബീൻ, മുഹിബ്ബിനെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളുണ്ടല്ലോ, അവരുടെ പേരിലെങ്കിലും എന്റെ കാര്യങ്ങളൊന്ന് ചേർത്ത് വെക്കുമോ നിങ്ങളോ? അവരുടെ ലിസ്റ്റിലെങ്കിലും നിങ്ങൾ എന്റെ പേരൊന്ന് ചേർത്ത് വെക്കണേ എന്നവിടുന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്. അതാ ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. പടച്ചുറപ്പേ, ഒരു അശരീരി കേൾക്കുകയാണല്ലോ, ഒരു അശരീരി കേൾക്കുകയാണല്ലോ. എന്താ പറയുന്നതെന്നറിയോ? എന്താ പറയുന്നതെന്നറിയോ? ജിബ്രീലേ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുണ്ടല്ലോ, ആ ഇബ്രാഹിമിന്റെ പേര് നിങ്ങൾ അവിടെ നിന്ന് എഴുതണേ. അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതണേ എന്നവിടുന്ന് ഒരു അശരീരി കേൾക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാരോടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹം ഒന്ന് നമ്മൾ മനസ്സിലാക്കണേ. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ത്വരിക്കുകളിലൂടെ കടന്നു പോകുന്ന എത്രയോ മഹാന്മാരുണ്ടല്ലോ. ഹൃദയത്തിൽ അല്ലാഹയല്ലാത്ത ചിന്ത വേറെയില്ല. അങ്ങനെ ദുനിയാവിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യന്റെയും മുമ്പിലോ അല്ലാഹുവേ അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണല്ലോ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, അങ്ങനെ എങ്ങാനും നടന്നു കഴിഞ്ഞാൽ ആ മുഹിബ്ബീങ്ങളുടെ മുഹിബ്ബായത് കൊണ്ട്, അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളുടെ മുഹിബ്ബായത് കൊണ്ട് അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, അവർക്ക് പ്രത്യേകമായ ഏടുകളുണ്ടല്ലോ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ ഏടുകളിൽ നമ്മെ ചേർക്കപ്പെടുമെന്ന് അല്ലാഹുവേ മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. ഇതാ വിനയം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നാമമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചുറപ്പേ, നിങ്ങൾ മുഹിബ്ബല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മുഹിബ്ബിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലുമെങ്കിലും എന്നെ ഒന്ന് പെടുത്തുമോ? ആ മുഹിബ്ബീങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലെങ്കിലും എന്നെ ഒന്ന് പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
വസ്സലാം അവിടുന്ന് ചേർത്തല്ലോ. അവിടുന്ന് ശരീരി കേട്ട് കഴിഞ്ഞല്ലോ, അവിടെ നിന്ന് ശരീരി കേട്ട് കഴിഞ്ഞല്ലോ. ആ ഇബ്രാഹിമിനെ കൊണ്ടുപോയിട്ട് മുഹബ്ബീങ്ങളുടെ പട്ടികയിൽ നിങ്ങൾ ചേർക്കണേ എന്നതാ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ അള്ളാന്റെ മുഹിബ്ബീങ്ങളിൽപ്പെട്ട മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. അതാ അവിടുന്ന് വിനയം കാണിച്ചപ്പോ പടച്ച തമ്പുരാനോട് അത്രത്തോളം അടുത്തുകൊണ്ട് നിന്നിട്ട് പോലും അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ അള്ളാന്റെ മുഹിബ്ബാകാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് അവിടെ നിന്നും പറഞ്ഞപ്പോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മഹാനവറുകൾ എന്ത് ചെയ്തെന്നറിയോ? എങ്കിൽ മുഹബ്ബീങ്ങളുടെ മുഹബ്ബിന്റെ കൂട്ടത്തിൽ ഒന്ന് പെടുത്തുമോ എന്നെ? ആ മുഹബ്ബീങ്ങളുടെ മുഹബ്ബുണ്ടല്ലോ, അവിടെ കൂട്ടത്തിലെങ്കിലും എന്നെ ഒന്ന് പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോയാ അല്ലാഹുവേ അവിടെ വിളിച്ചു പറയുകയാണ്, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ നാമം എടുത്തിട്ട് മുഹബ്ബിന്റെ പട്ടികയിൽ തന്നെ ചേർത്ത് കൊടുക്കണേ, ആ മുഹബ്ബിന്റെ പട്ടികയിൽ തന്നെ ചേർത്ത് കൊടുക്കണേ എന്ന് പറയുകയാണ്. ഈ സ്വഭാവമാണ് ഉമ്മ നമുക്ക് വേണ്ടത്. ഈ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. വല്ലാതെ താഴ്മയോട് കൂടിയുള്ള ജീവിതമുണ്ടല്ലോ, പൊട്ടിത്തെറിക്കാത്ത ക്ഷമയോട് കൂടെയുള്ള അല്ലാഹ് എന്തിന്റെ മുമ്പിലും അല്ലാഹ് ഹൃദയം ഇങ്ങനെ വല്ലാതെ പാകപ്പെടുത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ ഉടമയായിട്ടാണ് നമ്മൾ മാറേണ്ടത്. അല്ലാഹുവേ, പടച്ചുറപ്പേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പടച്ചുറപ്പേ ഒരുപാട് സ്വഹാബത്തുണ്ട്. അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, വസൂരി പിടിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണല്ലോ. അല്ലാഹ് കറുത്തിരുണ്ട ശരീരമാ, ഈ വസൂരി എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ടോ ശരീരം വല്ലാതെ വിവർണമായിരിക്കുകയാണ്. അല്ലാഹുവേ, ആര് തന്നെ കണ്ടാലും അവിടെ നിന്ന് മാറി നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നുവത്രേ. അല്ലാഹുവേ, ഈ മനുഷ്യനെ കണ്ടിട്ടോ അതവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുകയാണല്ലോ. ആരും തന്നെ അടുത്തേക്ക് പോകുന്നില്ല, എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതങ്ങ് കാണുമ്പോ പടച്ചുറപ്പേ, ജനങ്ങളെ മുഴുവനും അകറ്റി നിർത്തിയ ചെറുപ്പക്കാരനാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? ഈ ചെറുപ്പക്കാരനെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണല്ലോ. ഈ ചെറുപ്പക്കാരനെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണല്ലോ. എന്നിട്ടതാ ആരോഗ്യയായ ചെറുപ്പക്കാരനെ തന്റെ കരങ്ങളെ കൊണ്ട് ചേർത്ത് പിടിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അല്ലാഹുവേ, ഒരു രോഗം പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ തള്ളി മാറ്റുന്ന അവസ്ഥയാണല്ലോ. പടച്ചുറപ്പേ, പകർച്ചവ്യാധികളാണെങ്കിൽ അതിന്റെ ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, അതിൽ നമ്മൾ നിൽക്കുകയാണ്. ഇന്നത് മാറിക്കഴിഞ്ഞ ഒരാളെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാലും പടച്ചുറപ്പേ, അയാളെ ഇങ്ങനെ എന്തോ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ മനുഷ്യരായി മാറുകയാണല്ലോ. വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട ചെറുപ്പക്കാരാ, ഉമ്മ ഒരിക്കലും നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല, ഒരിക്കലും തന്നെ നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. രോഗിയായ ചെറുപ്പക്കാരനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ചറബേ വിനയത്തോട് കൂടി ചെയ്ത കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത് അല്ലാഹ് തന്ന പരീക്ഷണമാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പരീക്ഷണമാണല്ലോ. ആ പരീക്ഷണത്തിന്റെ പേരിൽ അവർ വിഷമിക്കുമ്പോ അവരെ സമാധാനിപ്പിക്കേണ്ട നമ്മള്, അവരെ സമാധാനിപ്പിക്കേണ്ട നമ്മള്. പടച്ചിറപ്പെ, അവരെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂട്ടത്തിൽ അകറ്റി നിർത്തുമ്പോ
എത്രത്തോളം വേദനയാണ് അവിടെ ഹൃദയത്തിനകത്ത് വന്ന് കൂടുന്നതെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസൂരി പിടിച്ചിട്ട് ശരീരം വല്ലാതെ വിവരണമായി കിടക്കുന്ന ഒരു മനുഷ്യൻ, ജനങ്ങളെ മുഴുവനും ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ അവിടുന്ന് മാറി നിൽക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ തന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. അള്ളാന്റെ റസൂലും സ്വഹാബത്തും ഭക്ഷണം കഴിക്കുക. റസൂലുള്ളാഹിയും സ്വഹാബത്തും അവിടുന്ന് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയും സ്വഹാബത്തും പടച്ച റബ്ബേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി ചെറുപ്പക്കാരനെ തന്റെ അടുത്തേക്ക് ചേർത്തിരുത്തി എന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയാം.